വെൽക്കം ബാക്ക്. നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കളക്ഷൻ ആൻഡ് റിക്കവറി ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഇൻകം ടാക്സിനകത്തുള്ള ഒരു ചെറിയൊരു ഏരിയയെ കുറിച്ചാണ്. ദാറ്റ് മീൻസ് SSC പ്രോപ്പറായിട്ട് ടാക്സ് അടച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ടാക്സ് അടയ്ക്കാത്തൊരു സാഹചര്യത്തിൽ SSC ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ പരിഗണിക്കും. അങ്ങനെ SSC ഇൻ ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഈ പറയുന്ന അസസിംഗ് ഓഫീസർക്ക് അല്ലെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഈ SSCയിൽ നിന്ന് ടാക്സ് റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യാം. ഈ പറയുന്ന രീതിയാണ് നമുക്ക് ഇതിനകത്ത് നോക്കാം. സോ നോക്കി, ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. നോക്കി, ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ് സെക്ഷൻ 220 സബ്സെക്ഷൻ 1. The SSC should make the payment of amount demanded within 30 days of the service of the notice. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടീസ് വരികയാണെങ്കിൽ, SSCക്ക് നോട്ടീസ് കിട്ടുകയാണെങ്കിൽ ആ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന ടാക്സ് എമൗണ്ട് 30 ദിവസത്തിനുള്ളിൽ SSC എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ട് പേ ചെയ്തിരിക്കണം. ഇനി reduction of time, where the assessing officer has any reason to believe that it will be detrimental to the revenue if the full period of 30 days is allowed. 30 ദിവസം കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടേണ്ട റവന്യൂവിനെ ബാധിക്കുമെന്ന് അസസിംഗ് ഓഫീസർക്ക് തോന്നുകയാണെങ്കിൽ, then he may, with the previous approval of the joint commissioner, direct that the sum specified in the notice of demand shall be paid within such a time as may be specified by him in the notice. അതായത് നോർമൽ കേസിനകത്ത് 30 ദിവസത്തിനുള്ളിൽ ഡിമാൻഡ് നോട്ടീസിനകത്ത് കിട്ടി 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ടാക്സ് അടച്ചാൽ മതി. പക്ഷേ ഈ പറയുന്ന അസസിംഗ് ഓഫീസർക്ക് തോന്നുകയാണ് ഈ 30 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സ് കൊടുക്കുന്നത് കൊണ്ട് അവൻ ഇത് അടയ്ക്കാനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും കാരണവശാൽ റവന്യൂവിനെ ബാധിക്കുമെന്ന് അവന് തോന്നുകയാണെങ്കിൽ, അസസിംഗ് ഓഫീസർക്ക് തോന്നുകയാണെങ്കിൽ അസസിംഗ് ഓഫീസർക്ക് 30 ഡേയ്സ് വരെ ടൈം കൊടുക്കേണ്ട കാര്യമില്ല, ആ ടൈം റെഡ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നോക്കി, എക്സ്റ്റൻഷൻ ഓഫ് ടൈം ലിമിറ്റ് on an application made by the SSC before the expiry of the due date ന് മുമ്പ് SSC application കൊടുക്കുകയാണ്. The assessing officer may extend the time for the payment or allow the payment by installment subject to such conditions as he may think fit to impose the circumstances of the case. അതായത് SSC പ്രോപ്പറായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ അസസിംഗ് ഓഫീസർക്ക് 30 ദിവസം എന്ന് പറയുന്നത് കൂട്ടിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പേയ്മെന്റ് ആ ഡിമാൻഡ് നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന എമൗണ്ടിനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേയ്മെന്റ് നടത്താനോ പറ്റും. ഓക്കെ, ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിലേ പേയ്മെന്റ് ഈ 30 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ 1% വെച്ച് നമുക്ക് എന്ത് വരും, അതായത് 30 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കണം. പേയ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് പെർ മന്ത് ഓർ പാർട്ട് ദെയറോഫ്, ഒരു മാസം തികയണമെന്നില്ല, അതിന്റെ പാർട്ട് ആണെങ്കിൽ പോലും പെർ മന്ത് 1% വെച്ച് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. സോ ഓർത്തിരിക്കുക, 30 ഡേയ്സ് ആണ് നമുക്ക് ടൈം. അത് വേണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ SSC അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കൊടുക്കാം. ആ ഡിമാൻഡ് നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ടൈമിനുള്ളിൽ നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം 1% വെച്ച് നമുക്ക് എന്ത് വരും, ഇൻട്രസ്റ്റ് വരും. ആൻഡ് വാലിഡിറ്റി ഓഫ് ഡിമാൻഡ് നോട്ടീസ്, വേർ എനി നോട്ടീസ് ഓഫ് ദ ഡിമാൻഡ് ഹാസ് ബീൻ സെർവ്ഡ് അപ്പോൺ ദ SSC and an appeal or other proceeding is filed or initiated in respect of the amount specified in the notice of demand. അതായത് ആ പറഞ്ഞിരിക്കുന്ന നോട്ടീസ്, ഇപ്പം ഞാൻ SSC ആണെന്ന് വിചാരിക്കുക, ടാക്സ് അതോറിറ്റിയിൽ നിന്ന് എനിക്കൊരു നോട്ടീസ് വരികയാണെങ്കിൽ ഞാൻ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീൽ പോവുകയാണെങ്കിൽ, ഓക്കെ, സച്ച് ഡിമാൻഡ് ഷാൾ ബി ഡീംഡ് ടു ബി വാലിഡ്. 30 ദിവസമല്ല, അത് എത്ര നാൾ വരെ, till the disposal of the appeal by the last appellate authority or disposal of the proceedings. ആ അപ്പീലിന്റെ കാലാവധി തീരുന്നത് വരെ ആ ഡിമാൻഡ് നോട്ടീസിന്റെ കാലാവധി കൂടെ ഉണ്ടാവും. സോ നോർമലി 30 ഡേയ്സ് ആണ്. പക്ഷെ ഞാൻ അത് അടയ്ക്കാതെ അപ്പീൽ പോവുകയാണെങ്കിൽ ആ അപ്പീല് ലാസ്റ്റ് അതോറിറ്റിയിൽ നിന്ന് ഒരു വിധി വരുന്നത് വരെ അതിന് വാലിഡിറ്റി ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് വൺ, waiver or reduction of interest. The principal chief commissioner or commissioner or principal commissioner or commissioner may reduce or waive the amount of the interest paid or payable by the assessee. ഓക്കെ, ഇഫ് ഹി ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ്, അതായത് താഴെ ഒരു 3 റീസൺ പറയുന്നുണ്ട്. ആ 3 റീസണിനകത്ത് ഏതെങ്കിലും ഒന്ന് കയറി വരികയാണെങ്കിൽ ഈ പറയുന്ന അതോറിറ്റിക്ക് ഇൻട്രസ്റ്റിനെ അങ്ങ് ഒഴിവാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനെ കുറച്ച് കൊടുക്കാം. ഫസ്റ്റ് വൺ, ദ പേയ്മെന്റ് ഓഫ് സച്ച് എമൗണ്ട് ഹാസ് കോസ്റ്റ് ഓർ വുഡ് കോസ്റ്റ് ദ ജെന്യുവൻ ഹാർഡ്ഷിപ്പ് ടു ദ അസസി. അതായത് പുള്ളിക്കാരന് അടയ്ക്കാൻ ഒട്ടും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ. സെക്കൻഡ് വൺ, ഡിഫോൾട്ട് ഇൻ ദ പേയ്മെന്റ് ഓഫ് ദ എമൗണ്ട് ഓൺ വിച്ച് ദ ഇൻട്രസ്റ്റ് ഹാസ് ബീൻ പെയ്ഡ് or was payable under said subsection was due to circumstances beyond the control of the assessee. അതായത് അസസിയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന പേയ്മെന്റ് വൈകിയത്. And the third one, the assessee has cooperated in any inquiry relating to the assessment or any proceeding for the recovery of the amount due from you. അതായത് അസസി എല്ലാ തരത്തിലുള്ള എൻക്വയറിക്കും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാനോ അത് വേണ്ടാന്ന് വെക്കാനോ പറ്റും. സോ എഗെയിൻ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, 30 ഡേയ്സ് ഡിമാൻഡ് നോട്ടീസ് കിട്ടി, 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ, ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഓക്കെ, ഇനി അങ്ങനെ അടച്ചില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് കളക്ഷനോട്ടും റിക്കവറിയിലോട്ടൊക്കെ പോണേ. നോക്കി,
assessee deemed to be in default. Section 220 subsection 4. If the amount is not paid within the time, ആ നോട്ടീസിനകത്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ പേ ചെയ്തിട്ടില്ലെങ്കിൽ at the place and to the person mentioned in the said notice, the assessee shall be deemed to be in default. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അസസീനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? Deemed to be default ആയിട്ട് ട്രീറ്റ് ചെയ്യും. Further, if in case where the payment by installment is allowed, അതായത് ഡിമാൻഡ് നോട്ടീസിനകത്ത് പേയ്മെന്റ് നടത്താൻ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റാൾമെന്റിലാണെങ്കിൽ the assessee commits default in paying any one of the installment, ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റിനകത്ത് ഡിഫോൾട്ട് വന്നാൽ പോലും within the time, the assessee shall be deemed to be default as to the all of the amount then outstanding. അതായത് ഏതെങ്കിലും ഒരു EMI അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റിനകത്ത് ഡിഫോൾട്ട് വന്നാൽ പോലും ബാക്കിയുള്ളതെല്ലാം അടയ്ക്കാനുള്ളതായിട്ട് കണക്കാക്കി അയാൾ എന്തായിട്ട് ഡീംഡ് ടു ബി ഡിഫോൾട്ട് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും, അല്ലെങ്കിൽ അസസി ഇൻ ഡിഫോൾട്ട് എന്നുള്ള രീതിക്ക് തന്നെ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, സോ ആ പറയുന്ന നോട്ടീസിനകത്തുള്ള ടൈമിനകത്ത് നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ആ നോട്ടീസ് തന്നിരിക്കുന്നത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാനാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റാൾമെന്റിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിഫോൾട്ട് വരുത്തിയാൽ പോലും നമ്മൾ എന്തായിട്ട് ആ ഫുൾ എമൗണ്ടിനകത്ത് ഇനി ഡ്യൂ ആവാനുള്ള എല്ലാ എമൗണ്ടിന്റെയും ഡിഫോൾട്ട് വരുത്തിയതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ആൻഡ് പെനാൽറ്റി പേയബിൾ വെൻ ടാക്സ് ഇൻ ഡിഫോൾട്ട്. ഓക്കെ, സെക്ഷൻ 221 സെക്ഷൻ 221 ഈ പറയുന്ന ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പെനാൽറ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, പെനാൽറ്റി. When an assessee is in default or deemed to be default in making the payment of tax, he shall, in addition to the amount of arrears and the amount of interest payable under section 220 subsection 2, അതായത് അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്, ഇത് കൂടാതെ be liable by way of penalty to pay such amount as assessing officer may direct. അസസിംഗ് ഓഫീസർ പറയുന്ന എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അതായത് അവരുടെ ടാക്സും ഇൻട്രസ്റ്റിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അത് കൂടാതെ അതിന്റെ പെനാൽറ്റിയും കൂടെ അടയ്ക്കേണ്ടി വരും. And in the case of continuing default ആണെങ്കിൽ such further amount or amounts as assessing officer may from time to time direct. So, however, at the total amount of the penalty does not exceed the amount of tax in arrears. ഓക്കെ, അസസിംഗ് ഓഫീസറുടെ ഉചിതം പോലെ കണ്ടിന്യൂയിങ് ഒഫൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ സിംഗിൾ പെനാൽറ്റി ആണെങ്കിലും ചാർജ് ചെയ്യാം. പക്ഷെ മാക്സിമം എത്ര വരെ മാത്രമേ പാടുള്ളൂ? നോട്ട് എക്സീഡിങ് ദ എമൗണ്ട് ഓഫ് ടാക്സ്. ടാക്സ് ഇൻ അരിയേഴ്സ് എത്രയാണോ അതുവരെ മാത്രമേ ചാർജ് ചെയ്യാവൂ. ഓക്കെ, സോ സെക്ഷൻ 221 പറയുന്നത് സെക്ഷൻ 220 പ്രകാരം ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് ലയബിലിറ്റിയോ നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ടാക്സ് ഇൻ അരിയേഴ്സ് എത്രയാണോ അത്രയും വരെ പെനാൽറ്റി ചാർജ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? അസസിംഗ് ഓഫീസർക്കുണ്ട്. ആൻഡ് the assessee shall be given a reasonable opportunity of being heard. അതായത് അങ്ങനെ പെനാൽറ്റി ചാർജ് ചെയ്യുന്നതിന് മുമ്പ് അസസിക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ കേൾക്കാനുള്ള അവകാശമുണ്ട്. where the assessee proves to the satisfaction to the assessing officer that the default was for good and for sufficient reason, no penalty shall be levied under this section. അതായത് അസസിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു ഇതുണ്ട് അല്ലേ. സോ അപ്പോൾ അസസി അവിടെ തെളിയിക്കുകയാണ്, ഓക്കെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള റീസൺ കൊണ്ടാണ് ഇങ്ങനെ ഒരു വന്നത് അല്ലെങ്കിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണെന്നെങ്കിൽ അസസിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ ആ പെനാൽറ്റിനെ ക്യാൻസൽ ചെയ്യാം, വേണ്ടെന്ന് വെക്കാം. ആൻഡ് വേർ ആസ് എ റിസൾട്ട് ഓഫ് എനി ഫൈനൽ ഓർഡർ ദ എമൗണ്ട് ഓഫ് ടാക്സ് വിത്ത് റെസ്പെക്ട് ടു ഡിഫോൾട്ട് ഇൻ പേയ്മെന്റ് of which the penalty was levied has been wholly reduced, the penalty levied shall be cancelled and the amount of penalty paid shall be refunded. അതായത് പെനാൽറ്റി ചാർജ് ചെയ്തു, അസസി ആ പെനാൽറ്റി അടയ്ക്കുകയും ചെയ്തു, എന്നിട്ട് അസസി ഈ അപ്പീലിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പോവാ, ഈ ഒരു പ്രോസസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീൽ കൊടുക്കാൻ പോവുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ ഓർഡർ വരുന്ന നേരത്ത് അസസി വിജയിക്കുകയും അതായത് ഈ പെനാൽറ്റി ചാർജ് ചെയ്യേണ്ട എന്നുള്ളൊരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ അസസിക്ക് ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന പെനാൽറ്റിന് എന്ത് ചെയ്യേണ്ടി വരും? റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. 30 ദിവസം ഓർത്ത് വെക്കുക, ഒന്നില്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ടൈം കൊടുക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് ടൈം കൊടുക്കുക. ആ ഡിമാൻഡ് നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ടൈമിനുള്ളിൽ അത് പേയ്മെന്റ് നടത്തണം. നടത്തിയിട്ടില്ലെങ്കിൽ അസസി ഇൻ ഡിഫോൾട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി അങ്ങനെ അസസി ഇൻ ഡിഫോൾട്ട് ആണെങ്കിൽ അതിന്റെ പേയ്മെന്റ് 30 ദിവസത്തിന് ശേഷമാണ് നടക്കുന്നതെങ്കിൽ 1% ഇൻട്രസ്റ്റും കൂടെ കൊടുക്കേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഇനി പറഞ്ഞത് ഇൻസ്റ്റാൾമെന്റിന്റെ കേസാണ്. ഒരു ഇൻസ്റ്റാൾമെന്റ് മുടക്കുവാണെങ്കിൽ പോലും അസസി ഇൻ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, കൂടാതെ അങ്ങനെ ഈ അസസിംഗ് ഓഫീസർക്ക് ഒരു അതോറിറ്റി ഉണ്ട്, എന്ത് ചാർജ് ചെയ്യാം നമുക്ക്, പെനാൽറ്റിയും കൂടെ ചാർജ് ചെയ്യാം. മാക്സിമം ടാക്സ് ഇൻ അരിയേഴ്സ് എത്രയാണോ അതുവരെയുള്ള പെനാൽറ്റിയും കൂടെ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ അത്ര രൂപ വരെ പെനാൽറ്റിയും കൂടെ ചാർജ് ചെയ്യാം. ഇനി ഇതെല്ലാം ചാർജ് ചെയ്തിട്ടും അസസി അടച്ചില്ല എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് അസസി ഇൻ ഡിഫോൾട്ട് ആണ്, ടാക്സ് അടച്ചിട്ടില്ല, ഇൻട്രസ്റ്റ് അടച്ചിട്ടില്ല, അതിന്റെ മുകളിലുള്ള പെനാൽറ്റിയും അടച്ചിട്ടില്ല. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? റിക്കവറി ഓഫ് ടാക്സ് റിക്കവർ ചെയ്യേണ്ടി വരും. സോ ഈ ഒരു പോർഷൻ വരെ അസസിംഗ് ഓഫീസർക്കാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഇനി വരുന്ന അല്ലെങ്കിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയറി വരുന്ന ടാക്സ് റിക്കവറി ഓഫീസറാണ്. മനസ്സിലായല്ലോ. സോ ഡിമാൻഡ് നോട്ടീസിനകത്തുള്ള ടാക്സോ അതിൻ്റെ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ അടച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? റിക്കവറി ചെയ്യും. സെക്ഷൻ 222 ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചാൽ മതി. സർട്ടിഫിക്കറ്റ് ഓഫ് റിക്കവറി. ഓക്കെ,
a certificate of recovery when an assessee is in default or deemed to be default in payment of tax. The tax recovery officer, assessing officer Mari, Pagara TROI, may drop a statement under his signature in form number 57 specifying the amount of arrears due from the assessee. Such a statement is called a certificate. മനസ്സിലായി? അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് ടാക്സ് അടയ്ക്കേണ്ട സമയത്ത് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ സെക്ഷൻ 221 പ്രകാരം ടാക്സ് റിക്കവറി ഓഫീസർ ഫോം നമ്പർ 57 പ്രകാരം നിങ്ങളുടെ മുകളിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. നിങ്ങൾ ഇത്രയും രൂപ അരിയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട്. Assessee cannot dispute the correctness of any certificate drawn up by the tax recovery officer on any ground. അസസിക്ക് ഒരു കാരണവശാലും അതിന്റെ മുകളിൽ തർക്കിക്കാൻ പാടില്ല. And it is lawful on the part of the tax recovery officer to cancel the certificate for any reason he thinks necessary so to do or to correct any clerical or arithmetic mistake. അതായത് ആർക്ക് തിരുത്താം? ഈ ടാക്സ് റിക്കവറി ഓഫീസർ ഓൾറെഡി നിങ്ങളുടെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ തെറ്റോ കാര്യങ്ങളോ കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിൽ ടാക്സ് റിക്കവറി ഓഫീസർക്ക് അതിനെ എന്ത് ചെയ്യാം? അമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിനെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ കണക്ട് ചെയ്ത് പഠിക്കുക. സെക്ഷൻ 220 എന്നാണ് തുടങ്ങിയത്. 221 പ്രകാരം നമ്മൾ ഡിമാൻഡ് നോട്ടീസിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സും പറഞ്ഞു. ഇനി അങ്ങനെ അല്ലെങ്കിൽ 222 പ്രകാരം ടാക്സ് റിക്കവറി ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായി? അതായത് സെക്ഷൻ 222 തൊട്ട് ടാക്സ് റിക്കവറി ഓഫീസറിൻ്റെ സാന്നിധ്യമാണ് പറഞ്ഞത്. അടുത്തത് മോഡ്സ് ഓഫ് റിക്കവറി. ഏതൊക്കെ രീതിയിൽ ഈ പറയുന്ന ടാക്സ് റിക്കവർ ചെയ്യാം? സോ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ടേം മനസ്സിലാക്കുക. ടാക്സ് റിക്കവറി ഓഫീസറാണ് അസസിന്റെ മുകളിൽ ഫോം നമ്പർ 57 പ്രകാരം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണേ. ആ സർട്ടിഫിക്കറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഇത്രയും രൂപയുടെ ടാക്സ് ലയബിലിറ്റി ഉണ്ട്, ഇത്രയും രൂപയുടെ അരിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, മോഡ് ഓഫ് റിക്കവറി അവൈലബിൾ ഓൺലി ടു ദ ടാക്സ് റിക്കവറി ഓഫീസർ. ഏതൊക്കെ രീതിയിൽ റിക്കവർ ചെയ്യാം എന്ന് പറയുന്നത് രണ്ട് കാര്യമായിട്ട് അല്ലെങ്കിൽ രണ്ട് തരത്തിൽ തന്നെ പഠിച്ചു വെക്കുക. ഒന്ന്, സെക്ഷൻ 222 പ്രകാരം ആർക്ക് മാത്രമേ റിക്കവറി ആവൂ? ടാക്സ് റിക്കവറി ഓഫീസർക്ക് മാത്രമേ റിക്കവർ ചെയ്യാം. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, as per section 222, in accordance with the rules and the second schedule, the amount specified in the certificate may be recovered by any one or more of the following modes. ഈ പറയുന്ന ഏത് രീതിക്ക് വേണമെങ്കിലും ടാക്സ് റിക്കവറി ഓഫീസർക്ക് കളക്ട് ചെയ്യാം. അതായത് സെക്ഷൻ 222 പ്രകാരം ആർക്ക് മാത്രമേ റിക്കവറി ആവൂ? ടാക്സ് റിക്കവറി ഓഫീസർക്ക് മാത്രമേ ചെയ്യാവൂ. എങ്ങനെയൊക്കെയാ? അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് ദ അസസീസ് മൂവബിൾ പ്രോപ്പർട്ടി. അസസിന്റെ പേരിലുള്ള മൂവബിൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാം, അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അസസിന്റെ പേരിലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് അസസീസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ആൻഡ് ദ തേർഡ് വൺ, അപ്പോയിന്റിംഗ് എ റിസീവർ. ഓക്കെ, ടാക്സ് റിക്കവറി ഓഫീസർക്ക് ഒരു റിസീവറിനെ അപ്പോയിന്റ് ചെയ്യാം ഫോർ മാനേജിംഗ് ദ അസസീസ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. അസസിന്റെ മൂവബിൾ പ്രോപ്പർട്ടി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസീവറിനെ അപ്പോയിന്റ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, അറസ്റ്റ് ദ അസസി ആൻഡ് ഹിസ് ഡിറ്റൻഷൻ ഇൻ പ്രിസൺ. അതായത് പുള്ളിക്കാരനെ പിടിച്ച് ജയിലിലടയ്ക്കുക, തുറങ്കിലടയ്ക്കുക. സോ സെക്ഷൻ 222 പ്രകാരം ടാക്സ് റിക്കവറി ഓഫീസർക്ക് മാത്രമേ റിക്കവറി ആവൂ. ആ ടാക്സ് റിക്കവറി ഓഫീസർക്ക് മാത്രം റിക്കവറി ചെയ്യാനുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, attachment of the property can be made only by the tax recovery officer and not by the assessing officer under the act. അതായത് ഈ പറയുന്ന അറ്റാച്ച്മെന്റ് മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ആർക്ക് മാത്രമുള്ളതാണ്? ടാക്സ് റിക്കവറി ഓഫീസർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്ന്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ടൈം ലിമിറ്റ്. ഈ പറയുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒക്കെ നിങ്ങൾ അറ്റാച്ച് ചെയ്തെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഈ പറയുന്നത് പോലെ പെട്ടെന്ന് തന്നെ അത് സെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാനൊന്നും പറ്റില്ല, ടാക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതായത് നിങ്ങളൊരു 50,000 രൂപ ടാക്സ് അടയ്ക്കാനുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ പേരിൽ കിടക്കുന്ന പ്രോപ്പർട്ടി ഒരു 5 ലക്ഷത്തിൻ്റെ 10 ലക്ഷത്തിൻ്റെയാണ്. സോ ഇന്നലെ പോയി അറ്റാച്ച് ചെയ്തു, നാളെ തന്നെ അത് സെയിൽ ചെയ്ത് 50,000 രൂപ ടാക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ അസസിക്ക് ഒരു ടൈം കൊടുക്കണം. സോ നോക്കേ, no sale of immovable property attached towards the recovery of tax, penalty, etc. shall be made after the expiry of 7 years. മനസ്സിലായി? 7 വർഷമാണ്. 7 വർഷത്തിന് ശേഷം അത് ചെയ്യാൻ പാടില്ല. നോ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അറ്റാച്ച്ഡ് ടുവേഴ്സ് ദ റിക്കവറി ഓഫ് ടാക്സ്. എന്ത് ചെയ്യാൻ പാടില്ല? സെയിൽ ചെയ്യാൻ പാടില്ല. പെനാൽറ്റി എക്സെട്ര ഷാൾ ബി മെയ്ഡ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 7 years. സോ അവിടെ കൊടുക്കുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് 7 ആണ്. ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദ ഓർഡർ ഇൻ കോൺസിക്വൻസസ് ഓഫ് വിച്ച് എനി ടാക്സ് പെനാൽറ്റി എക്സെട്ര ബിക്കം ഫൈനൽ. എന്നാണോ അത് വരുന്നത് അല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ ഓർഡർ ഫൈനലൈസ് ചെയ്യുന്നത്, അതിനുശേഷം 7 വർഷം, 7 വർഷമാണ് പറയണേ. 7 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ പാടില്ല. ഫർദർ ബോർഡ് മേ ഫോർ റീസൺ ടു ബി റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ് എക്സ്റ്റെൻഡ് ദ അഫോർസഡ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ബൈ എ ഫർദർ പീരീഡ് ഓഫ് 3 years. ഒരു 3 വർഷം കൂടെ കൂടുതൽ കൊടുക്കാം. നോർമൽ 7 yearsനുള്ളിൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 3 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു 3 വർഷം കൂടെ കൂടുതൽ കൊടുക്കാം. ആൻഡ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് വരുന്നു എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞാനത് എനിക്ക് ഇഷ്ടമുള്ള വേറൊരാളുടെ പേരിലേക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പോലും അത് എൻ്റെ മൂവബിൾ പ്രോപ്പർട്ടിയോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയോ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, includes any property which has been transferred directly or indirectly by the assessee to his spouse or minor child or son's wife, മകന്റെ ഭാര്യയ്ക്കോ
or son's minor child, മകൻ്റെ minor childനോ for inadequate consideration and the same is held by such a person. മനസ്സിലായോ? അതായത് ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഇല്ലാതെയാണ് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളെങ്കിൽ അതും ആരുടെ പ്രോപ്പർട്ടി ആയിട്ട്, അസസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ടു ദ മേജർ സൺ ഈസ് നോട്ട് റിക്കവർഡ്. മേജർ സണ്ണിനാണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ റിക്കവർ ചെയ്യാൻ പാടില്ല. പക്ഷേ അസസി ഭാര്യയ്ക്കോ മൈനർ ചൈൽഡിനോ മകൻ്റെ ഭാര്യയ്ക്കോ മകൻ്റെ മൈനർ ചൈൽഡിനാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അസസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ദ പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ദ മേജർ. ഓക്കെ, ഒരു കേസ് ലോ ചോദിച്ചാണ് എനി മൂവബിൾ പ്രോപ്പർട്ടി ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ടു ദ മൈനർ ചൈൽഡിനാണ് ട്രാൻസ്ഫർ ചെയ്തത് ഓർ സൺസ് മൈനർ ചൈൽഡ് ഷാൾ ബി ട്രീറ്റഡ് ആസ് ദ അസസീസ് പ്രോപ്പർട്ടി ഈവൻ ആഫ്റ്റർ ദ മൈനർ അറ്റൈൻസ് മെജോറിറ്റി. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവൻ മൈനർ ആയിരുന്നു, അത് കഴിഞ്ഞ് അവൻ മേജർ ആയാൽ പോലും അത് ആരുടെ പ്രോപ്പർട്ടി ആയിട്ട്, അസസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം, അസസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, സോ സെക്ഷൻ 222 പ്രകാരം 4 മെത്തേഡിനകത്ത് ടാക്സ് റിക്കവറി ഓഫീസർക്ക് എന്ത് ചെയ്യാം, അസസിന്റെ കൈവശമുള്ള പ്രോപ്പർട്ടി റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാം, സെയിൽ ചെയ്യാം. അടുത്തത് മോഡ് ഓഫ് റിക്കവറി അവൈലബിൾ ഫോർ ബോത്ത് റിക്കവറി ഓഫീസർ ആൻഡ് അസസിംഗ് ഓഫീസർ. ഓക്കെ, നോക്കി ഇവിടെ സെക്ഷൻ 226 നമ്മളോട് പറയുന്നത് അസസിംഗ് ഓഫീസർക്കും ടാക്സ് റിക്കവറി ഓഫീസർക്കും ചെയ്യാൻ പറ്റുന്ന രീതികളെ കുറിച്ചാണ്. എന്തിനാ? ടാക്സ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്ഷൻ 226 ഈസ് അപ്ലിക്കബിൾ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ഒന്ന്, ഏതൊക്കെ സാഹചര്യത്തിലാണ് അങ്ങനെ വരണമെന്ന് കൂടെ പറയാം. ഒന്ന്, no certificate under section 222 has been drawn by the tax recovery officer. Tax recovery officer ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല. Then the assessing officer can recover the tax through the following modes under section 226. So tax recovery officer 222 പ്രകാരം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് മാത്രമേ ചെയ്യാവൂ? ടാക്സ് റിക്കവറി ഓഫീസർക്ക് മാത്രമേ കളക്ട് ചെയ്യാവൂ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ സെക്ഷൻ 226 പ്രകാരം ടാക്സ് റിക്കവറി ഓഫീസർക്കോ അസസിംഗ് ഓഫീസർക്കോ എന്ത് ചെയ്യാം? ഈ പറയുന്ന ടാക്സ് റിക്കവർ ചെയ്യാം. Where a certificate has been drawn under section 222, the tax recovery officer, without any prejudice to the modes of recovery as specified above section 222, can recover by any one or more of the other modes under section 226. അതായത് ടാക്സ് റിക്കവറി ഓഫീസർ 222 പ്രകാരം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പഠിച്ച 4 മെത്തേഡിന് പുറമെ ഈ പറയുന്ന 226 പറയുന്ന മെത്തേഡ്സും കൂടെ ഇഷ്യൂ ചെയ്യാം. മനസ്സിലായി? സോ 2 സിറ്റുവേഷൻ ആയിട്ട് പഠിച്ചാൽ മതി. സെക്ഷൻ 222 പ്രകാരം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് റിക്കവറിംഗ് ഓഫീസർക്ക് മാത്രമേ ചെയ്യാവൂ. ഇനി അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ടാക്സ് റിക്കവറി ഓഫീസർക്കും അസസിംഗ് ഓഫീസർക്കും ചെയ്യാം. മനസ്സിലായി? ഇനി ടാക്സ് റിക്കവറി ഓഫീസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ 4 രീതി കൂടാതെ ഇനി പറയാൻ പോകുന്ന മെത്തേഡ്സും കൂടെ ആർക്ക് അപ്ലൈ ചെയ്യാം? ടാക്സ് റിക്കവറി ഓഫീസർക്ക് അപ്ലൈ ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് വൺ, സാലറിഡ് എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ സാലറി അറ്റാച്ച് ചെയ്യാം. ഓക്കെ, പേഴ്സൺ പേയിങ് സാലറി ടു സച്ച് പേഴ്സൺ, ആരാണോ അവർക്ക് സാലറി കൊടുക്കുന്നത് അവരിൽ നിന്ന് ആ സാലറി അറ്റാച്ച് ചെയ്യാം, എന്നിട്ട് അത് സെൻട്രൽ ഗവൺമെന്റിലോട്ട് അടയ്ക്കാം. നമ്പർ 2, എനി അസസി ഗാർണിഷിംഗ് ഓർഡർ. ദാറ്റ് മീൻസ് കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചിട്ട് എനി പേഴ്സൺ ഫ്രം ഹൂം ദ മണി ഈസ് ഡ്യൂ or may become due to the assessee or any person who holds any money for assessee jointly with any other person. ഈ പറയുന്ന അസസിക്ക് കൊടുക്കാൻ വേറെ ആർക്കെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അവരിൽ നിന്ന് ആ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റിലോട്ട് ചാർജ് ചെയ്യാം. അതായത് എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയറിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റിലോട്ട് പേ ചെയ്യാം. ഇനി അങ്ങനെയല്ല, വേറെ ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഒരു ഗാർണിഷിംഗ് ഓർഡർ ഇഷ്യൂ ചെയ്തിട്ട് അയാളിൽ നിന്ന് അത് അറ്റാച്ച് ചെയ്തിട്ട് ആർക്ക് കൊടുക്കാം? സെൻട്രൽ ഗവൺമെന്റിലോട്ട് പേ ചെയ്യാം. ആൻഡ് ദ തേർഡ് വൺ, അസസി ഹൂസ് മണി ഈസ് ഇൻ കോർട്ട്സ് കസ്റ്റഡി. കോടതിയുടെ കസ്റ്റഡിയിലാണ് അങ്ങേരുടെ പ്രോപ്പർട്ടിയോ മണി ഉള്ളതെങ്കിൽ റിക്കവറി ഫ്രം മണി ബിലോങ്ങിങ് ടു ദ അസസി ലേയിങ് ഇൻ ദ കോർട്ട്സ് കസ്റ്റഡി. അവിടുന്ന് റിക്കവർ ചെയ്യാം, എന്നിട്ട് കോടതിയിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ട് ആർക്ക്? അസസിംഗ് ഓഫീസർക്കോ ടാക്സ് റിക്കവറി ഓഫീസർക്കോ കളക്ട് ചെയ്യും. Okay, and the last one, any assessee recovery of arrears of tax by distant and sale. ഈ പറയുന്ന പോലെ അത് സെയിൽ ചെയ്യാം. നോട്ട് അപ്ലിക്കബിൾ. അതായത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആരിൽ നിന്നാണെന്നൊന്നുമല്ല, അസസിന്റെ പേരിലുള്ള കാര്യമാണ് നമ്മൾ അറ്റാച്ച് ചെയ്യണേ, അല്ലെങ്കിൽ അതിന്റെ പേരിലുള്ള അല്ലെങ്കിൽ അസസിന്റെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത്. സിറ്റുവേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ രണ്ടും 2 രീതിയായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. 222 226. അടുത്തത്, അതായത് അടുത്ത മെത്തേഡാണ് പറയുന്നത് റിക്കവറി ത്രൂ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സെക്ഷൻ 227. ഓക്കെ, ദ റിക്കവറി ഓഫ് ടാക്സ് in any area has been entrusted to a state government. The state government may recover any arrears of tax in the same manner as a municipal tax or local right is recovered. സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ മുനിസിപ്പൽ ടാക്സും ലോക്കൽ റേറ്റ് ഒക്കെ അല്ലെങ്കിൽ ലോക്കൽ ടാക്സ് ഒക്കെ എങ്ങനെയാണോ കളക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ റിക്കവർ ചെയ്യാം. അടുത്തത്, റിക്കവറി ഇൻ പേഴ്സൺസ് ഓഫ് എഗ്രിമെന്റ് വിത്ത് ഫോറിൻ കൺട്രീസ്. സെക്ഷൻ 228A. അതായത് അസസിക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരുന്നു. അത് 2 രീതിയിൽ വരാം. ഒന്ന്, അവിടുത്തെ ടാക്സ് ലയബിലിറ്റി, പുറത്തുള്ള ടാക്സ് ലയബിലിറ്റി അടയ്ക്കാതെ അസസി ഇന്ത്യയിൽ വന്നിരിക്കണേ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ടാക്സ് ലയബിലിറ്റി അടയ്ക്കാതെ അസസി പുറത്ത് പോയിരിക്കണേ. സിറ്റുവേഷൻ മനസ്സിലായാലും. സോ ആ 2 കൺട്രിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ UAE
ഓക്കെ, എനിക്കിവിടെ കുറേ ടാക്സ് ലൈബിലിറ്റി ഉണ്ട്, പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ പേ ചെയ്യാതെ ഞാൻ യു എയിലോട്ട് പോയി അവിടെ താമസിക്കണേ, അല്ലെങ്കിൽ യു എയിലുള്ള ഞാൻ യു എയിൽ കുറേ ടാക്സ് അടയ്ക്കാനുണ്ടായിരുന്നു, അത് അടയ്ക്കാതെ ഇന്ത്യയിൽ വന്നിരിക്കണേ. സോ ഇന്ത്യയും യു എയും തമ്മിൽ ഒരു സർട്ടൻ എഗ്രിമെൻ്റ് ഉണ്ട്, ഒരു ടാക്സ് നമ്മുടെ ടാക്സ് അവയർനെസ് എഗ്രിമെൻറ്റും അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളുണ്ട്. അതായത് അങ്ങനെ എഗ്രിമെൻ്റ് ഉള്ള രണ്ട് കൺട്രീസിലാണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് വൺ, ഇഫ് എ ഫോറിൻ കൺട്രി വിത്ത് ഹൂം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ എഗ്രിമെന്റ് ഫോർ ടാക്സ് റിക്കവറി സെൻഡ് എ സർട്ടിഫിക്കറ്റ് ടു ദ CBDT. ഫോറിൻ ഗവൺമെന്റ്, ഇപ്പോൾ യു എയുള്ള ഗവൺമെന്റ് CBDTക്ക്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒരു എന്തായിരിക്കും ഒരു എഗ്രിമെന്റ് ആയിരിക്കും. അത് പ്രകാരം CBDT ഷാൾ ഫോർവേഡ് സച്ച് സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് എഗ്രിമെന്റ് അല്ല, ആ സർട്ടിഫിക്കറ്റ് ആർക്ക്, ടു ദ ടാക്സ് റിക്കവറി ഓഫീസർ within whose jurisdiction over the resident or the property is situated. എൻ്റെ പ്രോപ്പർട്ടി എവിടെയാണോ അല്ലെങ്കിൽ എൻ്റെ റെസിഡൻറ്റ് എവിടെയാണോ അവിടുത്തെ ആ ജുഡിസിക്ഷൻ വരുന്ന ടാക്സ് റിക്കവറി ഓഫീസർക്ക് CBDT ഈ പറയുന്ന ഫോം കൈമാറും, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ടാക്സ് റിക്കവറി ഓഫീസർ ഷാൾ റിക്കവർ ദ ടാക്സ് ഇൻ ദ മാനർ സ്പെസിഫൈഡ് ഫോർ ദ സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ 222. സോ ടാക്സ് റിക്കവറി ഓഫീസർ എന്ത് ചെയ്യും, സെക്ഷൻ 222 പറഞ്ഞിരിക്കുന്നത് പോലെ ഈ അസസിയിൽ നിന്ന് ടാക്സ് റിക്കവർ ചെയ്യും. ആൻഡ് ടാക്സ് റിക്കവറി ഓഫീസർ ഷാൾ റിമിറ്റ് ടു ദ CBDT, എന്നിട്ട് CBDTയിലോട്ട് the amount recovered after deducting the recovery expenses. എന്തെങ്കിലും തരത്തിലുള്ള റിക്കവറി എക്സ്പെൻസസ് ടാക്സ് റിക്കവറി ഓഫീസർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് ബാലൻസ് ആർക്ക് കൊടുക്കും, CBDT കൊടുക്കും. CBDT അത് ആർക്ക് കൊടുത്തോളും, ഫോറിൻ കൺട്രിക്ക് കൊടുത്തോളും. ഓക്കെ, സോ ഇന്ത്യയും ഈ പറയുന്ന ടാക്സ് റിക്കവറി എഗ്രിമെന്റ് ഉള്ള വേറെ കൺട്രിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ആ പറയുന്ന അതർ കൺട്രിക്ക് CBDTക്ക് ഒരു സർട്ടിഫിക്കറ്റ് അയക്കാം. CBDT അത് ഏത് ജുഡിസിക്ഷനിലുള്ള ആളാണോ നോക്കി ആ ജുഡിസിക്ഷനിലുള്ള ടാക്സ് റിക്കവറി ഓഫീസർക്ക് അത് കൈമാറും. ആ ടാക്സ് റിക്കവറി ഓഫീസർ സെക്ഷൻ 222 പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് പ്രകാരം അത് റിക്കവർ ചെയ്യും, എന്നിട്ട് അത് CBDTക്ക് കൈമാറും. ഇനി നേരെ തിരിച്ചാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇഫ് ആൻ അസസി ബീങ് എ റെസിഡന്റ് ഓഫ് ദാറ്റ് കൺട്രി ഓർ ഹാസ് എ പ്രോപ്പർട്ടി എബ്രോഡ് ഫോർ ഹൂം എ സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ 222 ഈസ് ഡ്രോൺ അപ്പ്, ദ ടാക്സ് റിക്കവറി ഓഫീസർ ഷാൾ ഫോർവേഡ് ദ സർട്ടിഫിക്കറ്റ് ടു ദ CBDT. അതായത് പുള്ളിക്കാരൻ അടച്ചിട്ടില്ല, പുറത്താണ്, റെസിഡന്റ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ എന്ത് ചെയ്യും, ടാക്സ് റിക്കവറി ഓഫീസർ സർട്ടിഫിക്കറ്റ് CBDTക്ക് കൈമാറും. CBDT ഷാൾ ടേക്ക് സച്ച് അപ്രോപ്രിയേറ്റ് ബേസ്ഡ് ഓൺ ദി എഗ്രിമെന്റ്. അതായത് ഇന്ത്യ യു എ തമ്മിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ ആ പുറത്തുള്ള കൺട്രി തമ്മിലുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ CBDT അത് ആർക്ക് കൈമാറും, ആ പുറത്തുള്ള കൺട്രിക്ക് കൈമാറും. ഓക്കെ, ആൻഡ് അടുത്തത് റിക്കവറി ഓഫ് അതർ സംസ്. Any sum imposed by way of interest, fine, penalty or any other sum payable under the provision of this act shall be recoverable in the manner provided in chapter 17 of the act for the recovery of the arrears of the tax. ഓക്കെ, നോർമൽ പ്രകാരം ഈ പറയുന്ന അതോറിറ്റിയുടെ പവേഴ്സ് പ്രകാരം എങ്ങനെയാണോ കളക്ട് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാം. ആൻഡ് റിക്കവറി ബൈ സ്യൂട്ട് ഓർ അതർ ലോസ്. The several modes of recovery specified in chapter 17 of this act shall not affect in any way. ഓക്കെ, അതായത് ഇൻകം ടാക്സിനകത്ത് പറയുന്ന അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിനകത്ത് പറയുന്ന റിക്കവറി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ബാധിക്കില്ല. എന്തിനാ, എനി അതർ ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് റിലേറ്റിംഗ് ടു ദ റിക്കവറി ഓഫ് ദ ഡെപ്റ്റ്സ് ഡ്യൂ ടു ദ ഗവൺമെന്റ്. വേറെ ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് അസസിന്റെ കയ്യിൽ നിന്ന് വേറെ ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ അതും ഇതും നമ്മൾ ഒരു കാരണവശാലും ബാധകമല്ല. The right of the government to institute a suit for the recovery of any arrears due from the assessee. അസസിന്റെ മുകളിൽ ഗവൺമെന്റിന് ഒരു സ്യൂ കൊടുക്കാനും ഇത് ബാധകമല്ല. അതായത് വേറെ നിയമവും അധികാരവും കാര്യങ്ങളൊന്നും ഏതിനെ ബാധിക്കില്ല, ഈ പറയുന്ന ഇൻകം ടാക്സിന്റെ റിക്കവറി ആയിട്ട് ബാധിക്കില്ല. രണ്ട് സെപ്പറേറ്റ് ആണ്, അത് അവർക്ക് ഗവൺമെന്റ് ചെയ്യണമെങ്കിൽ ആ രീതിക്ക് തന്നെ ചെയ്യാം. അടുത്തത് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സെക്ഷൻ 230. അതായത് ഇന്ത്യക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ, ഓക്കെ, തീർച്ചയായിട്ടും ഇവിടെ ടാക്സ് ലൈബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കിട്ടണം, സെക്ഷൻ 230 പ്രകാരം 230 പ്രകാരം ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം ഹാജരാക്കണം. നോക്കാം. പേഴ്സൺ നോട്ട് ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള സ്ഥിര താമസക്കാരനല്ലെങ്കിൽ. ഓക്കെ, നോ പേഴ്സൺ ഹു ഈസ് നോട്ട് ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ ഹു ഹാസ് കംസ് ടു ഇന്ത്യ ഇൻ കണക്ഷൻ വിത്ത് ബിസിനസ്, പ്രൊഫഷൻ ഓർ എംപ്ലോയ്മെന്റ്. ഇന്ത്യയിലെ സ്ഥിരം താമസക്കാരനല്ല. ആൻഡ് ഹു ഹാസ് കം ടു ഇന്ത്യ ബിസിനസ്സിന് വേണ്ടിയിട്ടോ പ്രൊഫഷനോ എംപ്ലോയ്മെന്റിനോ ആൻഡ് ഹു ഹാസ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം എനി സോഴ്സ് ഇൻ ഇന്ത്യ. ഇവിടെ നിന്ന് എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ സ്ഥിരം താമസക്കാരനല്ല, ഇവിടുന്ന് പകരം എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാൾ ലീവ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ബൈ ലാൻഡ്, സീ ഓർ എയർ അൺലെസ് ഹി ഫർണിഷ് ടു ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. അതായത് ഇന്ത്യ വിട്ട് പുറത്തോട്ട് പോകണമെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ നിന്ന് എന്ത് വേണം, ഓക്കെ, ആൻഡ് അണ്ടർടേക്കിംഗ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം 30A. ഓക്കെ, ആ ഫോമിനകത്ത് ഫ്രം ഹീസ് എംപ്ലോയർ അതായത് എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഫോം 30A പ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. Or through whom such a person is in respect of the income to the effect that the tax payable by such a person who is not domiciled in India shall be paid by the employer or the payer, and the prescribed authority shall, on the receipt of the undertaking,
give to such a person a non-objection certificate in 30B for leaving India. അതായത് സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് 30A പ്രകാരവും അതല്ലെങ്കിൽ അതോറിറ്റിയിൽ നിന്ന് 30Bയും എന്താ ഇന്ത്യ വിട്ട് പുറത്തു പോകണമെങ്കിൽ ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ടാക്സിന്റെ ഡ്യൂസോ അരിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. The aforesaid provision is not applicable to a person who is not a domiciled in India but visit India. Okay, ഇന്ത്യയിൽ വെറുതെ വിസിറ്റിന് വന്നാൽ ഇവിടെ നിന്ന് യാതൊരു വിധ ഇൻകം ഉണ്ടാക്കിയിട്ടില്ല. As a foreign tourist and any other purpose not connected with the business, profession or employment. ഇവിടെ ഫോറിൻ ടൂറിസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരന് ഇവിടുന്ന് യാതൊരു തരത്തിലുള്ള ഇൻകമോ ബിസിനസ്സോ പ്രൊഫഷനോ ഒന്നും ഇല്ലെങ്കിൽ അങ്ങേർക്ക് ഈ പറയുന്ന ഫോമും കാര്യങ്ങളൊന്നും ബാധകമല്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു പേഴ്സൺ, ഇന്ത്യയിലെ സ്ഥിരതാമസക്കാരനല്ലാത്ത ഒരു പേഴ്സൺ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ഉണ്ടാക്കിയിട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അതോറിറ്റി ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്ന നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പോകാവൂ. ഇനി അയാൾ വന്നത് ചുമ്മാ ഇന്ത്യ കാണാനാണ്, ഇവിടുന്ന് യാതൊരു തരത്തിലുള്ള ഇൻകം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സോ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റോ ഫോം 30A 30Bയോ ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, person domiciled in India. ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ every person who is domiciled in India at the time of his departure from India shall furnish in the prescribed form. Domiciled ആണെങ്കിൽ form number 30C to the income tax authority or such other prescribed authority. income tax authorityക്ക് കൊടുക്കണം. ഇന്ത്യക്കാരനാണെങ്കിൽ എന്ത് മാത്രം കൊടുത്താൽ മതി? പാൻ കാർഡ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, the permanent account number allotted to him under section 139A. കാരണം എന്താ, പാൻ കാർഡിൽ നോക്കിയാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ടാക്സ് അടച്ചിട്ടുണ്ടോ, എത്രയാണ്, എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. മനസ്സിലായി? And however, where the permanent account number has not been allotted to him, PAN number ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, or his total income is not chargeable to income tax, or he is not required to obtain a permanent account number under this act. PAN number ഇല്ല, അല്ലെങ്കിൽ അങ്ങേര് ടാക്സ് അടയ്ക്കേണ്ടാത്ത ഒരു മനുഷ്യനാണ്. such a person shall furnish a certificate in the prescribed form. അയാൾ ഒരു സർട്ടിഫിക്കറ്റിനകത്തൊരു അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ് ഫോമിനകത്തൊരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. the purpose of his visit outside India. ഇന്ത്യക്ക് പുറത്തോട്ട് എന്തിനാ പോകണമെന്നും ദ എസ്റ്റിമേറ്റഡ് പീരീഡ് ഓഫ് ഹിസ് സ്റ്റേ ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് എത്ര നാളുണ്ടാവും എന്നും കാണിക്കണം. സോ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് കൊടുത്താൽ മതി. ഇനി പാൻ കാർഡ് ഇല്ല അല്ലെങ്കിൽ ടാക്സ് അടക്കേണ്ടാത്ത ഒരാളാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തോട്ട് എന്തിനാണ് പോകണമെന്നും ഏകദേശം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പറഞ്ഞതെന്നുള്ള ഡീറ്റെയിൽസും കൂടെ ഹാജരാക്കണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, no person who is domiciled in India at the time of his departure and in respect of whom the circumstances exist which in the opinion of an income tax authority render it necessary for such a person to obtain a certificate under this section shall leave the territory of India by land, sea or air unless obtains a certificate from the income tax authority. അതായത് ഈ റൂൾ പ്രകാരം ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് അതോറിറ്റിയിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി ഹാസ് എ നോ ലയബിലിറ്റി, എന്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേർക്ക് യാതൊരു തരത്തിലുള്ള ടാക്സ് ലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ആൻഡ് ഡയറക്ട് ടാക്സ് or that satisfactory arrangements have been made for the payment of all or any of such taxes which are or may become payable by that person. അതായത് ടാക്സ് അടച്ചിരിക്കണം, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും നടത്തിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇന്ത്യക്ക് പുറത്തോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, ഇനി ഈ പറയുന്ന വ്യക്തി ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ അയാൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ വശമുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണോ കാരിയർ അതിൻ്റെ ആൾക്കാരാണ്. സോ നോക്കേ, ലയബിലിറ്റി ഓഫ് ദ കാരിയർ. Okay, that means if the owner or charterer of any ship or aircraft carrying the person from any place in the territory of India to any place outside India, okay, allows any of the aforesaid person to travel by such ship or aircraft without first satisfying himself in the that such a person is in the possession of the certificate. അങ്ങേരുടെ കൈവശം ഈ പറയുന്ന നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. He shall be personally liable to pay. അങ്ങനെ വരുത്തിയില്ലെങ്കിൽ liable to pay the whole or any part of the amount of tax if any payable by such a person as the assessing officer may determine. മനസ്സിലായി? അതായത് നിങ്ങൾ ഷിപ്പിലോ എയർക്രാഫ്റ്റിലോ പുറത്തോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ കാരിയർ ആരാണോ അല്ലെങ്കിൽ അതിൻ്റെ ഓണറോ ചാർട്ടറോ ആരാണോ അയാൾ നിങ്ങളുടെ കൈവശമുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ അയാൾ ലയബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് in respect of any sum payable by the owner or charter of any ship or aircraft, the owner or charter as the case may be shall be deemed to be assessed in default. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ deemed to be assessed in default ആയിട്ട് ട്രീറ്റ് ചെയ്യും for such sum, and such sum shall be recoverable from him as if it were in the arrears of tax. നോർമൽ കേസിനകത്ത് അത് എങ്ങനെയാണോ ആ രീതിക്ക് തന്നെ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി.
മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ആ ഒരു കണ്ടിന്യൂഷൻ, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ആലോചിച്ചാൽ മതി. ഡിമാൻഡ് നോട്ടീസ് ഇട്ടിട്ട് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, കളക്ട് ചെയ്തില്ലെങ്കിൽ ടാക്സ് റിക്കവറി ഓഫീസർ വരും, അയാൾ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് 222 പറഞ്ഞേ. ഇനി ടാക്സ് റിക്കവറി ഓഫീസർക്കും അസസിംഗ് ഓഫീസർക്കും 226 പ്രകാരം കളക്ട് ചെയ്യാം. ആ ഒരു ഓർഡറിനകത്ത് തന്നെ ചെയ്താൽ മതി. ഇനി ഫോറിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെ ലൈബിലിറ്റി ഉള്ള ആൾ ഇന്ത്യക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, പുറത്തോട്ട് പോകുമ്പം ആ കാരിയറിനകത്തുള്ള ചാർട്ടർ ആരാണോ, ഓണർ ആരാണോ, അയാൾ നിർബന്ധമായിട്ട് ഉറപ്പും കൂടെ വരുത്തണം സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ അയാൾ അടക്കേണ്ട ടാക്സിന് ആര് ലൈബിളായിരിക്കും? ഈ പറയുന്ന ഷിപ്പിൻ്റെ ഓണറോ അല്ലെങ്കിൽ ചാർട്ടറോ ലൈബിളായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ചാപ്റ്ററായിട്ട് കാണാം. ബൈ.